ഈ തീപിടുത്തം അതിന് പിന്നാലെ പൊട്ടിത്തെറി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഉയർന്ന ചൂടാണ്, അങ്ങനെ ഒരു ചാൻസ് പറയുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു ഇതിലെന്താണ്? ചൂട് ഒരു കാരണം മാത്രമാണ്. ചൂട് മാത്രമല്ല, അവിടെ അത്രയധികം ആളുകളെ അവർ അനുവദിച്ചു അതിനകത്തോട്ട് വരാനായിട്ട്. പലരും വരുന്നു, ചെരുപ്പുകൾ ഇട്ട് വരുന്നു. അതിലൊക്കെ തന്നെ ഗ്രിറ്റ്സ് ഉണ്ടാവും. ആ ഗ്രിറ്റ്സ് മണ്ണിൻ്റെ കഷ്ണങ്ങൾ, കല്ലിൻ്റെ കഷ്ണങ്ങൾ, അവയൊക്കെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വരികയും അതിലൊരു ഫ്രിക്ഷൻ ഉണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടായി അതിൽ തീപിടുത്തം ഉണ്ടാകാം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ചൂട് അതിലൊരു ഒരു ഫാക്ടർ മാത്രമാണ് അതിൽ വരുന്നത്. മൂന്നാമത്തേത്, അൺസ്കിൽഡ് വർക്കേഴ്സായിരിക്കും ജോലി ചെയ്യുന്നത്. ഈ സമയത്ത് ആ ടൈമിലേക്ക് ബംഗാളികളും ബീഹാറികളും അങ്ങനെയൊക്കെയുള്ള പലവിധ ആളുകളും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ സ്ത്രീകൾ സാധാരണ ഇതിൽ പാക്കിങ്ങിന് മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ നമ്മൾ കണ്ടത് പാക്കിങ്ങിലല്ലാതെ തന്നെ ഫ്യൂസ് കെട്ടാനായാലും ഫ്യൂസ് നനയ്ക്കാനായാലും ഫ്യൂസ് വിരിക്കാനായാലും അവരുണ്ടായിരുന്നു എന്ന് നമുക്ക് വീഡിയോ ദർശനങ്ങൾ എല്ലാ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴായിട്ട് നമ്മൾ പുത്തിങ്കൽ അപകടത്തിൻ്റെ എൻക്വയറി കമ്മീഷനായിട്ട് അംഗമായിരുന്നു ഞാൻ. അതിലും ഞങ്ങൾ പറഞ്ഞ ഒരു പ്രധാന കാരണം, അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ വെച്ച് ഇത് നടത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടകരമായിരിക്കും. അതുപോലെ സുരക്ഷ. എന്തുകൊണ്ട് പെസോയുടെ ലൈസൻസ് കേരളത്തിലില്ല? കേരളത്തിൽ 2-3 ലൈസൻസേ ഉള്ളൂ. എന്തുകൊണ്ട്? ഇത്രയധികം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമാണ് കേരളം. ഇത്രയധികം വെടിക്കെട്ട് ഉപകരണങ്ങളോടെ ആസ്തിയുള്ളവരാണ്, ഇഷ്ടമുള്ളവരാണ് കേരളത്തിലെ ആൾക്കാർ. നമുക്ക് വെടിക്കെട്ട് ഒരു ഹരമാണ്. നമ്മൾ പറയുന്നുണ്ട് കരിമരുന്നും കരിവീരനുമാണ് നമ്മുടെ ഏറ്റവും പാലക്കാട് തൃശ്ശൂരുള്ളവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം. അവരൊക്കെ തന്നെ ഒരു കാര്യം ചിന്തിക്കുക, കാലോചിതമായിട്ട് നമ്മൾ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു.